ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹവന്ദനം. 1 തീമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ ധന്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അനേക കാര്യങ്ങൾ ഉണർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അഥവാ സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞുകൊള്ളുവാൻ കർത്താവായ യേശു ക്രിസ്തുവും തന്റെ ഉപദേശങ്ങളിൽ ഉപദേശിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. മനുഷ്യന്റെ ജീവന് ആധാരമായിരിക്കുന്നത് ഒരിക്കലും സമ്പത്തല്ല എന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ മനുഷ്യൻ സമ്പത്തിനു വേണ്ടി മാത്രം അവൻ ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ഓടുന്ന ഒരു ഓട്ടമാണ് ലോകത്ത് എവിടെ നോക്കിയാലും, വ്യക്തികളിലാകട്ടെ, സമൂഹങ്ങളിലാകട്ടെ, രാഷ്ട്രങ്ങളിലാകട്ടെ, ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് മറ്റ് ആത്മീയ ചിന്തകളെയെല്ലാം വെടിഞ്ഞ് ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ എങ്ങനെയും പണം സമ്പാദിച്ചു കൂട്ടുവാൻ ഓടുന്ന ഓട്ടം. ഇതാണ് നാം എല്ലായിടത്തും കാണുന്നത്. ആഹാബ് പഴയ നിയമത്തിൽ നാബോത്തിന്റെ ആ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും അത് അവന്റെ ഭാര്യ പറഞ്ഞുകൊടുത്ത ഉപായം പ്രയോഗിച്ച് അത് കൈവശമാക്കുന്നതും, ഇന്നത്തേതില് ആഹാബിന്റെയും ഈസബേലിന്റെയും ഒക്കെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കുകയും മറ്റും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവവചനം പറയുന്നു, ദ്രവ്യാഗ്രഹം സകല ദോഷങ്ങൾക്കും അത് കാരണമാണ്. ദ്രവ്യാഗ്രഹം വെറുക്കുന്നവൻ ദീർഘായുസ്സോടെ ഇരിക്കുമെന്നാണ് സദൃശവാക്യത്തിൽ 26:16 കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും എന്നതും സങ്കീർത്തനക്കാരൻ പാടുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതെ, ഐശ്വര്യവും സമ്പത്തും അത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യന് അവന് അതിന്റെ പുറകെ പോകേണ്ടതായ കാര്യമില്ല. സർവശക്തനായ ദൈവം തന്നെ അവന് വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും പകർന്ന് കൊടുക്കുന്നതാണ് അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ധനം ഏത് സമയത്തും ഒരു പക്ഷിക്ക് സമാനമായിട്ട് അത് നമ്മിൽ നിന്ന് പറന്നകലും എന്നത് സദൃശവാക്യം 11 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അന്യായമായി ചരതിച്ചു കൂട്ടുന്നത് അതൊന്നും നിലനിൽക്കുന്നതല്ല എന്നതാണ് വസ്തുത. അനേകർ അതിന്റെ പിന്നാലെ പോയി ഏത് വിധേനയും അത് നേടിയെടുക്കുവാൻ വളഞ്ഞ മാർഗത്തിലൂടെ, അഴിമതികളിലൂടെ ഒക്കെ അത് സമ്പാദിച്ച് കൂട്ടുവാൻ ഓടുന്നുണ്ട്. എന്നാൽ ലോകത്ത് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ളവരുടെ അധപ്പതനവും ആത്മഹത്യയും അവരുടെ കുടുംബങ്ങളുടെ തകർച്ചയും ബന്ധങ്ങൾ തമ്മിൽ ഉലയുന്നതും ഇതെല്ലാമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ ദ്രവ്യം അഥവാ അത് നിത്യതയാണ് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, അത് നിത്യത സ്വായത്തമാക്കുക എന്നുള്ളതാണ്. ഈ ലോകം എന്തെല്ലാം നേടിയാലും അതെല്ലാം നിമിഷ നേരം കൊണ്ട് ഈ ലോകത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്ന ചില നിത്യസത്യങ്ങളാണ്.
എത്രയോ ധനവാന്മാർ, എത്രയോ രാജാക്കന്മാർ, അവര് പലതും വെട്ടിപ്പിടിച്ചു. അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെയുള്ളവരൊക്കെ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചവരാണ്. എന്നാൽ വെറും കൈയോടെ അവരെല്ലാം ഈ മണ്ണിലേക്ക് മടങ്ങേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇതിനപ്പുറമായ ഒരു നിത്യസമ്പത്തുണ്ട്. ആ നിത്യസമ്പത്ത് കരസ്ഥമാക്കണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ച്, അതിനുവേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് മുൻപോട്ട് ഓടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് സ്വായത്തമാക്കുവാനായിട്ട് കഴിയൂ. അനേക ഭക്തന്മാർ അത് കണ്ടപ്പോൾ അവർ ഈ ലോകത്തെ ചപ്പെന്നും കുപ്പയെന്നും എണ്ണിക്കൊണ്ട് ഓടി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ആ നിത്യസമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നാണ്. അഥവാ മുതലും പലിശയും ഒരുമിച്ച് കിട്ടുന്ന ഒരു അനുഭവമായിട്ട് ഈ ലോകത്തിലെ ജീവിതത്തിന്റെ അവസാനം ആ നിത്യതയെ കുറിച്ച് പൗലോസിനെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതെ, അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ അനേകർ രക്തസാക്ഷികളായി തീരുവാനിടയായി തീർന്നത്. അവരൊക്കെ ഈ ലോകത്തെ വെറുത്തു. അവരുടെ ജീവൻ അവര് ബലികഴിക്കേണ്ടി വന്നു. എങ്കിലും ആ നിത്യത എന്ന ആ സമ്പത്ത് അവർ മുന്നിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, നാം ഏതിനായി കാക്ഷിക്കുന്നു? ഈ മണ്ണിന് വേണ്ടി മാത്രമാണോ? അതോ സകലത്തിന്റെയും ഉറവിടമായ ആ കർത്താവിനെ നമ്മുടെ ദിവ്യ സമ്പത്തായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിത ഓട്ടം നമുക്ക് ഓടുവാൻ കഴിയുന്നുണ്ടോ എന്ന് ദൈനംദിന ജീവിതത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ദൈവവചനാടിസ്ഥാനത്തിൽ ആ ഏറ്റവും വലിയ വചനമെന്ന സമ്പത്ത് അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ജീവിപ്പാൻ കഴിയട്ടെ. കർത്തൃകരങ്ങളിൽ ഫലമേൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശേകും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശെ പുൽകിടുന്നു. കുരിശേകും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശെ പുൽകിടുന്നു. മുറിവേറ്റു പിടയും എന്നേനിയേ കുരിശോടു ചേർത്തിടുന്നു. മുറിവേറ്റു പിടയും എന്നേനിയേ കുരിശോടു ചേർത്തിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു.
വഹിച്ച കുരിശോടു ചേർത്തു വെച്ച് എന്നെയും തറച്ചിടുന്നു. നീ വഹിച്ച കുരിശോടു ചേർത്തു വെച്ച് എന്നെയും തറച്ചിടുന്നു. കുരിശേന്തി തളരും നിന്ദാസരെ ഞാനും തുണച്ചിടട്ടെ. കുരിശേന്തി തളരും നിന്ദാസരെ ഞാനും തുണച്ചിടട്ടെ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ.